CPM-ന്റെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഓഫീസുകളിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് തോറ്റു? മറ്റേ സന്ദേശം സിനിമയിൽ പറഞ്ഞ പോലെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന്. ഇതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ, ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറുതായി പോകും. കോടിക്കണക്കിന് രൂപ നികേഷ് എന്ത് ചെയ്തിട്ടുണ്ട്? തട്ടിയെടുത്തിട്ടുണ്ട്. തൻ്റെ അച്ഛനോട് ക്രൂരതകൾ ചെയ്ത CPM-നെതിരെ മധുരമായി പ്രതികരിച്ച, അല്ലേ, മധുരപ്രതികാരം ചെയ്ത, അതിൻ്റെ അകത്ത് പോയിട്ട് പണി കൊടുത്തത് നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. JK ബാലനൊക്കെ നമ്മൾ പ്രത്യേകം നന്ദി പറയേണ്ട കൂട്ടത്തിൽപ്പെട്ട. തൊഴുത് വണക്കം വേണ്ട, ഞങ്ങൾ ഈ തോൽവി അർഹിക്കുന്നില്ല എന്നാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ സഖാക്കളെന്നെ മറുപടി പറയുന്നുണ്ട്, സഖാവെ നമ്മൾ തിരുത്താൻ സമയമായിരിക്കുന്നത്. ഇപ്പോൾ VD സതീശനെതിരെ നുണേഷൻ എന്ന് പറഞ്ഞിട്ട് പേജുകൾ ഉണ്ടാക്കി. അതല്ല, അത് വേറൊരു പേജ് പർച്ചേസ് ചെയ്യുക ചെയ്തത്. ഭയങ്കര റീച്ചുള്ള ഒരു പേജ് പർച്ചേസ് ചെയ്തിട്ട് പേര് മാറ്റി. കാരണം ആ നുണേശൻ ഇപ്പം നൂറേശനായി. അതെ അതെ. അപ്പോൾ അതിനെതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ കേസ് കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോസ്റ്റ് ഇടുന്നു. പിന്നെ ഞാനിത് ഫ്രണ്ട് സോണിലാക്കി ഈ പോസ്റ്റ്. കാരണം എത്രത്തോളം സൈബർ അറ്റാക്ക് വന്നു, ഭീകരമായിട്ടുള്ള തെറികൾ വന്നു. അപ്പോൾ ഞാനിത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നാക്കി. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. CPM നേതാക്കളെ വിളിച്ച് കയ്യും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞു കേസ് ഒഴിവാക്കണമെന്ന്. ഇങ്ങനെ വളരെ വ്യാപകമായിട്ട് നുണകൾ പറയാം. അപ്പോൾ അവർ ചെയ്ത സേവനത്തിന് നമ്മളും പെരുത്ത് നന്ദി പറയുകയാണ്. നന്ദി. കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിട്ട് 1-2 ദിവസമൊക്കെ കഴിഞ്ഞു. CPM-ന്റെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഓഫീസുകളിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് തോറ്റു? മറ്റേ സന്ദേശം സിനിമയിൽ പറഞ്ഞ പോലെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന്. പക്ഷെ നമ്മൾ ആ തോൽവിയിൽ ഒരു ചെറിയല്ല, ഒരു മോശമില്ലാത്ത പങ്ക് വഹിച്ച ഒരു കൂട്ടരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൈബർ സഖാക്കൾ. അവരുടെ ആസ്ഥാന തലവൻ മിസ്റ്റർ MV നികേഷ് കുമാറും അതിൻ്റെ താഴോട്ടുള്ള പോരാളി ഷാജിമാരും, പലതരത്തിലുള്ള പോരാളി ഷാജിമാർ എല്ലാവരും വഹിച്ച പങ്കിനെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നത്. അവർ കാട്ടിക്കൂട്ടിയ, എന്താ പറയുക, എങ്ങനെ അതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് അറിയില്ല. അവരുടെ ഒരു എന്താണ് പെയ്ഡ് പാർട്ണറായിരുന്നു റിപ്പോർട്ടർ ടി വിയും അരുൺകുമാറും ആൻഡ്രൂ അഗസ്റ്റിനും ഒക്കെ ഇവിടെ പറഞ്ഞു കൂട്ടിയത് എത്രത്തോളമാണ് നമുക്ക് എത്ര എപ്പിസോഡ് എടുത്താലും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ റോൾ എന്താണ് ഈ ഒരു ഗംഭീര പരാജയത്തിൽ? ഈ നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവരെന്തൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുകയാണ് എന്ന തരത്തിലാണ് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത്. അതായത് ഞങ്ങൾ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നു കേരളത്തിൽ UDF എന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം. ഇതാണ് ഇവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഇതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ, ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറുതായി പോകും. കോടിക്കണക്കിന് രൂപ നികേഷ് എന്ത് ചെയ്തിട്ടുണ്ട്? തട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പറയാലോ. ഇതിപ്പോൾ തട്ടിയെടുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിനൊരു പോസിറ്റീവ് റിസൾട്ട് ഇതിനുണ്ടായിട്ടില്ല. മറ്റൊന്ന്, നികേഷിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഇപ്പോൾ ഞാൻ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് തൻ്റെ അച്ഛനോട് ക്രൂരതകൾ ചെയ്ത CPM-നെതിരെ മധുരമായി പ്രതികരിച്ച, അല്ലേ, മധുരപ്രതികാരം ചെയ്ത, അതിൻ്റെ അകത്ത് പോയിട്ട് പണി കൊടുത്തത് നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. അതായത് CPM-ന്റെ മടയിൽ കയറി CPM-ന് പണി കൊടുത്തു. ആര്? സ്ലീപ്പർ സെല്ലാണ് നികേഷ് കുമാർ. അങ്ങനെ തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഒരു നിലക്കും ഇപ്പോൾ ഇരുണ്ട കാലം എന്ന് പറഞ്ഞിട്ടാണ് ഒരു സംഗതി ഇവരെ വെബ്സൈറ്റ് ചെയ്തത്. അത് അടപടലം പൊട്ടിപ്പാളീസായി. ഭയങ്കര ക്യാമ്പയിനായിരുന്നു. മകനെ ഇനി തിരിച്ചു വരരുതെന്ന് മരണപ്പെട്ട ആളുകളൊക്കെ വെച്ചിട്ട് അവർ ചെയ്തു. അപ്പോൾ ഒരു 10 വർഷം മുമ്പുള്ള ഒരു കേരളത്തിൻ്റെ സ്ഥിതി ആവരുത് 10 വർഷത്തിനു ശേഷമുള്ള കേരളം. അത് സ്വാഭാവികമായിട്ടും മനുഷ്യർ പോകുന്നത് മുന്നോട്ടാണ്. അത് കോമൺ സെൻസുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. ഇവർക്ക് മനസ്സിലായില്ല. അപ്പോൾ 967 അല്ല, 5 വർഷം മുമ്പ് കമ്പയർ ചെയ്യണമെങ്കിൽ ഓക്കെ. ഇത് 10 വർഷം ബാക്കിലോട്ട് കമ്പയർ ചെയ്താൽ എന്ത് ശരിയാവും? 967 കേരളം അല്ല 977. സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും, എന്നെല്ലാം ഉണ്ടാവണം. കാരണം ഒരു ഭരണകൂടം ഉണ്ടാവും. ഏത് ഭരണകൂടാവട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവരെ ചിന്താശേഷിയുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സഭയിൽ ഭയങ്കര ചർച്ചകൾ നടക്കുമ്പോൾ നമ്മളെ ലോകോത്തര ആരോഗ്യരംഗത്തെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുമല്ലോ. അപ്പോൾ വീണ ജോർജ് മറുപടി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്: നിങ്ങളെ ഭരണകാലത്ത് താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ മെഷീനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ അത് CT സ്കാൻ്റെ മെഷീൻ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത്. അത് ആ കാലത്ത് എക്സ്റേ ആയിരിക്കും ആവശ്യമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 57 ഭരണത്തിൽ EMS ചെയ്ത് പറയേണ്ടി വരും. അതെ. അപ്പം ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങളാണ് ഇവർ ചെയ്തത്. അതായത് സ്ട്രാറ്റജി എന്ന് അല്ല, ആ വിഡ്ഢിത്തങ്ങളൊക്കെ ജനങ്ങൾ തിരുത്തി. ആറന്മുളയിൽ ജനങ്ങൾ, അതായത്
ഇവരെന്തോ ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നു, ഇവരൊരു സോഷ്യൽ എഞ്ചിനീയറിങ് നടത്തുന്നു, ഇവരെന്തോ മലമറിക്കാൻ പോകുന്നു എന്ന് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പാർട്ടിയെ പറ്റിച്ചു. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. അതിന് നികേഷ് കുമാർ നേതൃത്വം കൊടുത്തു, കുറേ സൈബർ സഖാക്കൾ അതിൻ്റെ പിന്നാലെ കൂടി. അവരുടെ സ്ട്രാറ്റജി ഇതായിരുന്നു, എന്ത്, ജമാഅത്ത് ഇസ്ലാമി വിഴുങ്ങുന്നു, മൗദൂദി വിഴുങ്ങിയ മുസ്ലിം ലീഗ്. അതെ അതെ. ഒരു ചെറുപ്പക്കാരൻ പോസ്റ്റ് ഇട്ടത്, മൗദൂദി വിഴുങ്ങിയ മുസ്ലിം ലീഗാണ് ഒന്നാമത്തെ ശത്രു, അത് കഴിഞ്ഞിട്ടേ സംഘപരിവാരം ഉള്ളൂ. CPM-ന്റെ സൈബർ പോരാളിയുടെ പോസ്റ്റാണ്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്ത്, അങ്ങനെ തന്നെ പറയാം, മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ പിന്നെ മൈനോറിറ്റി പിന്നെ വോട്ടുകളൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്കപ്പുറത്ത് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് മതി എന്നവരാണ് തീരുമാനിക്കുകയാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെ ഉണ്ട്? വിജയരാഘവനുണ്ട്, പിന്നെ പിണറായി ചില ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ AK ബാലൻ വലിയ സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. AK ബാലനൊക്കെ പിന്നെ നമ്മൾ പ്രത്യേകം നന്ദി പറയേണ്ട കൂട്ടത്തിൽപ്പെട്ട ഇപ്പോൾ ചില സൈബർ സഖാക്കൾക്ക്, അതും മുസ്ലിം സൈബർ സഖാക്കൾക്ക് അങ്ങനെ പറയാം, നമുക്ക് മാപ്പിള സഖാക്കൾ നമ്മൾ പറയും. ആസ്ഥാന ചിന്തകൻ പോസ്റ്റ് ഇട്ടല്ലോ, മിസ്റ്റർ M സ്വരാജ്, അനർഹമായ പരാജയം. അതാണ് ഇവരൊക്കെ ഈ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അതായത് പിന്നെ കേരളത്തിൽ പിന്നെ അവരെ എതിർക്കുന്നവരെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ അല്ലെങ്കിൽ മൗദൂദികൾ, ഇവർ മാത്രം വലിയ മതനിരപേക്ഷവാദികൾ. ഇപ്പം വളരെ ഉദാസീനമായി വോട്ട് ചെയ്തു എന്നാണ് പിന്നെ സഖാവിൻ്റെ സ്വരാജിൻ്റെ പിന്നെ ക്യാപ്സൂൾ. ഉദാസീനമായിട്ടല്ല കേരളത്തിലെ ജനത വോട്ട് ചെയ്തത്, വളരെ കൃത്യമായിട്ട്, എന്താണ്, വളരെ ചടുലമായിട്ട്. അല്ലേ, ഞങ്ങൾ ഈ തോൽവി അർഹിക്കുന്നില്ല എന്നാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ സഖാക്കളെ മറുപടി പറയുന്നുണ്ട്, സഖാവെ തിരുത്താൻ സമയമായിരിക്കുന്നത്. 80% പിന്നെ പോളിംഗ് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്, അവിടെയാണ് ഉദാസീനമായിട്ട് ആളുകൾ വോട്ട് ചെയ്ത് പറയുന്നത്. അതിൻ്റെ ഒരു വൈരുദ്ധ്യം ആലോചിച്ച് നോക്കണം. അപ്പോൾ വളരെ സജീവമായിട്ട്, വളരെ ആക്റ്റീവായിട്ട് ആളുകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ CPM-നെ പരാജയപ്പെടുത്തി കഴിയുമ്പോഴാണ് ഈ പിന്നെ ആരോപണങ്ങളൊക്കെ വരുന്നത്. മാത്രമല്ല ഈ സൈബർ സഖാക്കളെ മുൻനിർത്തിക്കൊണ്ട് വളരെ നീചമായിട്ടുള്ള ആരോപണങ്ങൾ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ UDF-ൻ്റെയും ലീഡേഴ്സിനെതിരെ ഉണ്ടായി. ഇപ്പോൾ VD സതീശനെതിരെ നുണേഷൻ എന്ന് പറഞ്ഞിട്ട് പേജുകൾ ഉണ്ടാക്കി. അതല്ല, അത് വേറൊരു പേജ് പർച്ചേസ് ചെയ്യുക ചെയ്തത്. ഭയങ്കര റീച്ചുള്ള ഒരു പേജ് പർച്ചേസ് ചെയ്തിട്ട് പേര് മാറ്റി. കാരണം ആ നുണേഷൻ ഇപ്പോൾ നൂറേഷനായി. അതെ അതെ. അപ്പോൾ ഈ VD സതീശനൊക്കെ 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് ഇവരെന്തോ ഒരു തമാശയായിട്ടാണ്. VD സതീശൻ ഞാൻ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞതിന് എന്തെല്ലാം ട്രോളുകളിലൂടെയാണ് ഇവർ നേരിട്ടത്. അപ്പോൾ ഇവരുടെ വിചാരം ഇവർ സെറ്റ് ചെയ്യുന്നിടത്താണ് ഇവരെ ഈ അജണ്ട എല്ലാം കിടക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുക. ഇനി ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത്, അല്ലെ ഇവരാണല്ലോ രക്ഷിച്ചത്. ഇപ്പോഴത്തെ പോസ്റ്റുകൾ അങ്ങനെയാണ്. ഇനി BJP വരാൻ പോവുകയാണ്, BJP വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലീഗൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കുകയാണ്. അതായത് BJP വന്നാലും ശരി, കോൺഗ്രസ് വന്നാലും ശരി, ഇവിടെ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയം ഉണ്ട് എന്നും ന്യൂനപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പിന്നെ റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നമുണ്ട് എന്നും അതൊരു പൊളിറ്റിക്സാണ് എന്നും ഇങ്ങനെ സാമാന്യമായിട്ടുള്ളൊരു ധാരണ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണം. അവരെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇടതുപക്ഷമാണ് അവരെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ വെള്ളാപ്പള്ളി വർഗീയത പറയുമ്പോൾ അത് പറയരുത് എന്ന് പറയേണ്ടത് ഇടതുപക്ഷമാണ് കേരളത്തിൽ. അവർ ചെയ്യുന്നില്ല. അവർ അതിൽ ലാഭം എന്തെങ്കിലും കിട്ടിയെങ്കിൽ കിട്ടിക്കോട്ടെ വെച്ച് അവർ മിണ്ടാണ്ടിരിക്കുക. ലാഭം കിട്ടാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, അത് ലീഗിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുന്നു. സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ആ വ്യാഖ്യാനത്തിന് കൂട്ടുനിൽക്കുന്നു. മാത്രമല്ല പിന്നെ ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ വിഴുങ്ങിയെന്ന് പറയുന്ന അതേ BJP-യുടെ അതേ ഭാഷ്യം ഇവരേറ്റെടുക്കുന്നു. അതായത് BJP-യുടെ നാവ് ആയിട്ട് പിന്നെ വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തുന്നു. ആ വെള്ളാപ്പള്ളിയെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇലക്ഷൻ മൂവ് ആയപ്പോൾ ഉണ്ടായൊരു ടെസ്റ്റ് ജമാഅത്തെ ഇസ്ലാമി ചിത്രത്തൊന്ന് പോയി. അതിനെന്താ കാരണം? അതിലും വലിയ സംഗതി അവരെടുത്ത് ഒക്കത്ത് വെച്ചു. NDF-നെ, SDP-നെ അവർ കൂടെ കൂട്ടി. അപ്പോൾ പിന്നെ ജമാഅത്ത് പറയാൻ വയ്യ. അത് വല്ലാത്തൊരു എഞ്ചിനീയറിംഗ് ആയിപ്പോയി. അതിപ്പോൾ SDPI കുറച്ച് സീറ്റുകൾ ടോട്ടൽ മത്സരിച്ച ടോട്ടൽ വോട്ട്സ് വന്നിട്ടുണ്ട്. അത് അത്ര 58,000 എന്തോ ആണ്. നമ്മൾ ലീഗ് സ്ഥാനാർത്ഥിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അത്ര, ഒരു മണ്ഡലത്തിലെ BJP-യുടെ വിജയത്തിന് വരെ SDPI പോലുള്ള പാർട്ടികളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇരുതല മൂർച്ചയുള്ള ആയുധങ്ങളാണ് പിന്നെ CPM ഉപയോഗിച്ചത്. ആ ആയുധങ്ങളിലൂടെ കേരളത്തെ അങ്ങ് പൊളിച്ചു കളയാമെന്ന് വിചാരിച്ചു. അതായത് ഒരു കയ്യിൽ ഈ ഭൂരിപക്ഷ വർഗീയതയും ഒരു കയ്യിൽ ന്യൂനപക്ഷത്തിൻ്റെ പിന്നെ ഈ പറയുന്ന SDPIക്കാരുടെ
സംഗതിയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പോരാട്ടം നടത്തിയാൽ കേരളം ഇങ്ങ് പോന്നു കിട്ടും, SDP-യുടെ ന്യൂനപക്ഷ വോട്ട് കിട്ടും, ഇതിലൂടെ വെള്ളാപ്പള്ളിയുടെ ഭൂരിപക്ഷ വോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷ് കുമാർ പറ്റിച്ചു, അങ്ങനെ തന്നെ പറയാം. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലോട്ട് തിരിച്ചു വരാം. ഇപ്പോൾ ഈ ലാസ്റ്റ് ഡേയ്സിൽ ഇലക്ഷൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് വരെ ഈ നികേഷ് കുമാറും അവരെ മീഡിയ ടീമും നയിച്ചത് കോൺഗ്രസിനോട് വീടെവിടെ കോൺഗ്രസ് എന്നാണ് ചോദിച്ചത്, വയനാട്ടിലെ വീടെവിടെയെന്ന്. അത് ചോദിക്കണം, മാന്യമായി ചോദിക്കാം. പക്ഷേ ഇവർ ഒരു അജണ്ടയാക്കി മാറ്റി. കോൺഗ്രസ് വയനാട്ടിൽ വീടുണ്ടാക്കി കൊടുക്കാത്തത് കേരളത്തിൽ മൊത്തം പ്രതിഫലിക്കുന്നതാണ്. ഇവരെ സൈബർ ടീമുകൾ മൊത്തം ഭയങ്കര പാട്ടൊക്കെ ഉണ്ടാക്കി, പാട്ട് വൈറലായി. കോൺഗ്രസ് വീടെവിടെ കോൺഗ്രസ് എന്നുള്ള പാട്ട് ഹിറ്റായി. ആ പാട്ട് ജനങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റെ റിഫ്ലക്റ്റ് വരും. അല്ല, സംഗതി എന്താണ്? കോൺഗ്രസ് വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാത്തതിന് കേരളീയർക്ക് എന്ത് പ്രശ്നം? മലയാളികൾക്ക് എന്ത് പ്രശ്നം? അത് മലയാളികളെ ബാധിക്കുന്ന ഒരു വിഷയമാണോ? ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ട് വോട്ട് കിട്ടുകയാണെങ്കിൽ വയനാട് തൂത്ത് വരണം. ആര്? LDF. ടി സിദ്ദീഖാണ് അവിടുത്തെ MLA. അദ്ദേഹം 5000 വോട്ടിൽ 45,000 വോട്ടാക്കി ഉയർത്തിയത്. എന്നിട്ടിപ്പോൾ അതിന് ഇവരെ കുറ്റം പറയാം, ദുരന്തബാധിതരെ. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾ ഇത്ര തന്നില്ലേ? അല്ല, അത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ MM മണി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മറ്റേ പെൻഷൻ വാങ്ങിയില്ലേ. അതുപോലെ തന്നെ ഇതൊക്കെ ഔദാര്യമായിട്ട് അവതരിപ്പിക്കുക. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാക്കളെ താലിബാനിയും തീവ്രവാദിയാക്കുക. അദ്ദേഹത്തിൻ്റെ പേരാണ് കാരണം. അപ്പോൾ എന്താണ് ഷാഫി പറമ്പിൽ ചെയ്ത തീവ്രവാദം എന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടി സുഡാപ്പി ആക്കുന്നില്ല. കാരണം സുഡാപ്പികൾ കൂടുതൽ അല്ല, അത് നമ്മൾ കഴിഞ്ഞ വിശകലനത്തിൽ പറഞ്ഞതാ. ഒരാളും എന്തില്ല, UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി സുഡാപ്പി വിളി കേട്ടില്ല. അത് എന്തുകൊണ്ടാണ്? സുഡാപ്പികൾ ഓരോ ഒക്കത്തിരിക്കുകയാണ്. അപ്പോൾ സുഡാപ്പി വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മൗദൂദി, പിന്നെ എന്താ പറയുക, ഈ പറയുന്ന തീവ്രവാദി താലിബാനി, പിന്നെ ഫാത്തിമ താലിബാനിയാന്നാ. അല്ല, നമ്മൾ തഹ്ലിയയിലോട്ട് വരുമ്പോൾ അതിൽ വേറെ വിഷയം തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എന്താണ്? തട്ടമിട്ട ശശികല എന്നാണ് ഇവർ സൈബർ സഖാക്കൾ സെറ്റ് ചെയ്തൊരു അജണ്ട. അതിൻ്റെ പേരിൽ താങ്കളും സോഷ്യൽ മീഡിയയിൽ ഒരു ഫൈറ്റൊക്കെ നടന്നു. താങ്കൾ പ്രതീഷ് വിശ്വനാഥനെയും അവരുടെ ചങ്കിടിപ്പാണല്ലോ, നമുക്കെന്ത് ചങ്കിടിപ്പായ സ്വരാജിനെയും പ്രതീഷ് വിശ്വനാഥനെയും ഒരുമിച്ചിരിക്കുന്ന ഒരു ഇമേജൊക്കെ പങ്കുവെച്ചു. അവരെ അതേപോലെ ഒരു സമീകരണം നടത്തി. അത് ഭയങ്കര വിവാദത്തിലോട്ട് പോയി. കാരണം ഞാനിത് പിന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇവർ പിന്നെ ഷാഫി പറമ്പിലിനെ പിന്നെ തീവ്രവാദിയാക്കുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ അവർ തന്നെ എഴുതുന്നു, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പോൾ കാരണം ചോദിക്കുമ്പോൾ ഈ സഖാക്കൾ പറയുന്നു ഷാഫിയുടെ ശരീരം തന്നെ കാരണമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? മതമാണ്. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ തീവ്രവാദം പറഞ്ഞോ? എന്തെങ്കിലും വർഗീയത പറഞ്ഞോ? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ് കാരണം? ഫാത്തിമ തഹ്ലിയ ഭംഗിയുള്ള വാക്കുകളിലൂടെ വളയിട്ട കൈകളിട്ട് അങ്ങനെ തട്ടമിട്ട ഒരു പെൺകുട്ടി, തട്ടമിട്ട ശശികല എന്നൊക്കെ പറഞ്ഞിട്ട് ശശികലയുടെ ചിത്രവും തഹ്ലിയുടെ ചിത്രവും ഒന്നിച്ച് ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്ക് ഒരു കാരണവുമില്ലാതെ ഇവരുടെ നേർക്കുണ്ടാവുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഒന്നൊരു കൗണ്ടർ അറ്റാക്ക് നടത്തിയാലോ എന്ന് തോന്നിയിട്ടാണ് ഈ പറയുന്ന പിന്നെ ഒരൊറ്റപ്പാലത്തുകാരനുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ സൈബർ പോരാളി. ആ സൈബർ പോരാളി ഇട്ട പോസ്റ്റ്, ആ പോസ്റ്റിൽ അതേ വരികൾ ഒരു മാറ്റമില്ലാതെ ഈ സ്വരാജിൻ്റെ പേര് കൂട്ടിച്ചേർത്തു, സ്വരാജിൻ്റെ അപ്പുറത്ത് പ്രതീഷിൻ്റെ പേര് ചേർത്തു. ഇത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എഴുതിയ അതേ വരികൾ. എം സ്വരാജിനെയും പ്രതീഷ് വിശ്വനാഥിനെയും സാമ്യപ്പെടുത്തുന്നതിൽ വലിയ നീതി നിഷേധമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അത് അവൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ശശികലയെയും ഫാത്തിമ തഹ്ലിയെയും സാമ്യപ്പെടുത്തുന്നതിൽ നീതി നിഷേധമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശശികല വാ തുറക്കുമ്പോൾ തന്നെ അറിയാം വർഗീയതയാണ്, പക്ഷേ തഹ്ലിയ വാ തുറക്കുമ്പോൾ അത് അറിയില്ല, അത് ഉള്ളിലൂടെ കയറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ പ്രതീഷിനെയും സ്വരാജിനെയും പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തു. ദൗർഭാഗ്യവശാൽ അത് ഒറിജിനലിന് വെല്ലുന്നൊരു ഇമേജ് ആയിപ്പോയി. കുറേ ആളുകൾ അത് ഒറിജിനൽ അയച്ചിട്ട് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. കുറേ ആളുകൾ അതെടുത്തിട്ട് എന്ത് ചെയ്തു, ചില ആളുകൾ പിന്നെ പ്രതീഷിനെ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള രൂപത്തിൽ ഏതൊക്കെ പോസ്റ്റുകൾ വന്നു. അതിലൊന്നും നമ്മൾ ഉത്തരവാദികളല്ല. പക്ഷേ ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? പിന്നെ സ്വരാജ് കരച്ചിലായിട്ട് പോസ്റ്റ് വന്നു, ഞാൻ അങ്ങനെയല്ല, കണ്ടു, ഞാൻ വർഗീയവാദിയല്ല എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഇതൊന്നും ഇപ്പുറത്ത് ബാധകമല്ല. ഇല്ല. അപ്പോൾ ഒക്കെ വൺ സൈഡാണ്. ഇതെല്ലാം വൺ സൈഡായി പോകും എല്ലാ കാലത്തും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ അതിനൊരു മാറ്റം വന്നപ്പോൾ ഇവരിളകി. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ സഖാക്കളായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു.
നിങ്ങളിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, നിങ്ങളിങ്ങനെ എഴുതാൻ പാടില്ല, നിങ്ങളിൽ നിന്നിങ്ങനെ പ്രതീക്ഷിച്ചില്ല. വലിയ തരികിടാണ് അത്. നമ്മളെ സൂചിപ്പിച്ചിട്ട് നമ്മൾ ഉഷാറാക്കിയിട്ട് നമ്മൾ ഡൗൺ ആക്കും. അപ്പോൾ ഞാനിവരോട് പറഞ്ഞത് ഞാൻ എഴുതിയതല്ല, ഞാനതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് പിന്നെ വായിച്ച് കമൻ്റ് ഇടുന്നതിന് മുമ്പ് ഈ പോസ്റ്റിലേക്ക് കൂടി പോകണമെന്ന്. അത് വളരെ കൃത്യമാണ്. അവിടെ പോയ ആളുകളും ഒക്കെ മനസ്സിലാവും ഇതിന് ഈ മറുപടി പോരാന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ കേസ് കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോസ്റ്റ് ഇടുന്നു. പിന്നെ ഞാനിത് ഫ്രണ്ട്സ് ഓൺലി ആക്കി ഈ പോസ്റ്റ്, കാരണം എത്രത്തോളം സൈബർ അറ്റാക്ക് വന്നു, ഭീകരമായിട്ടുള്ള തെറികൾ വന്നു. അപ്പോൾ ഞാനിത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നാക്കി. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. CPM നേതാക്കളെ വിളിച്ച് കയ്യും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞു കേസ് ഒഴിവാക്കണമെന്ന്. ഇങ്ങനെ വളരെ വ്യാപകമായിട്ട് നുണകൾ പറയുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വൺ സൈഡ് അറ്റാക്ക് നടത്തുക എന്നുള്ളത് അതിലിതൊക്കെയാണ് തകരും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ തിരിച്ചും ഇതുപോലെ കിട്ടും എന്നവർക്ക് ഈ ഒരു സംഗതിയിലൂടെ മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രവണതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത് പിന്നെ എൻ്റെ ഭാഗത്തുനിന്നും ശരിയായിട്ടുള്ള രീതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില ഘട്ടങ്ങൾ നമ്മൾ ചെയ്തു പോവുകയാണ്. കാരണം ഈ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ ഒരു നിലക്കുള്ള ഒരു സാമാന്യ രാഷ്ട്രീയ മര്യാദയുമില്ലാതെ ആക്രമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്തു പോകേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. വളരെ മാന്യമായിട്ട് നമ്മൾ രാഷ്ട്രീയം പറയണം, വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറയണം. പക്ഷേ ഇവർ വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സൈബർ സഖാക്കൾക്ക് നമ്മൾ നന്ദി പറയണം. കാരണം ഇവരാണ് ഈ ഇലക്ഷനിൽ CPM-നെ LDF-ൻ്റെ പതനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാർ. അവരൊരുപാട് പേരുണ്ട്, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരുകളുണ്ട്. അതിൽ പിന്നെ കൃസംഖികളായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവർ കൃസംഖികളായിട്ട് തോന്നിയല്ല, CPM-കാരായിട്ടാണ് അവർ വരിക. അവർ മാപ്പിളമാരായിട്ടുള്ള സഖാക്കളെ അവർ ടാർഗറ്റ് ചെയ്യും. പേര് നോക്കുക ആദ്യം, ID പേര് അത് സഖാവാണെങ്കിലും അവർക്ക് രക്ഷയില്ല. ഇപ്പോൾ മാപ്പിള സഖാക്കളായിട്ടുള്ള ആളുകൾ പിന്നെ കരയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അത് നിങ്ങൾക്ക് ഇത് അറ്റാക്ക് ചെയ്ത പുള്ളിക്കൊക്കെ കിട്ടാൻ പോകുന്നേ ഉള്ളൂ. അതൊക്കെ വരും. അതായത് ഇവരെന്നാണോ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഗാസക്ക് വേണ്ടി സംസാരിക്കുന്നതിനാണ് ഒരു CPM സഖാവിനെ പിന്നെ വേറൊരു പിന്നെ കൃസംഗി സഖാവ് എന്ത് ചെയ്തത്, അറ്റാക്ക് ചെയ്ത് സുഡാപ്പിയാക്കിയത്, ഗാസയുമായി ബന്ധപ്പെട്ട് എന്തോ പോസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ ഇവർ പിന്നെ ഇസ്രായേൽ അനുകൂലികളാണ്. അപ്പോൾ CPM-ൻ്റെ യഥാർത്ഥ നയം പിന്നെ ഗാസക്ക് അനുകൂലമാണെന്നും ഫലസ്തീൻ അനുകൂലമാണെന്നും പോലും അറിയാത്ത, ആ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളെയാണ് ഇവർ സൈബർ കമ്മികളായിട്ട് അവതരിപ്പിക്കുന്നത്. അവരാണ് നമ്മളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്നത്. അവരാണ് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാധുതയെ വെല്ലുവിളിക്കുന്നത്. അവരാണ് ഇവിടെ സംഘപരിവാർ എന്ന് മല പോലെയുള്ളൊരു സംഘപരിവാർ, രാജ്യം ഭരിക്കുന്നൊരു സംഘപരിവാർ ഒരു വശത്ത് നിൽക്കുകയും ഇപ്പുറത്ത് ന്യൂനപക്ഷമായിട്ടുള്ളൊരു ജനത അവരുടെ അതിജീവനത്തിന് വേണ്ടി, അവരുടെ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് പൊളിറ്റിക്സിൽ മാന്യമായി ഇടപെടുന്നതിനെ വർഗീയമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത്. ഇതിന് രണ്ടിനെയും ഒരേ തുലാസിലിട്ട് തൂക്കുന്നത്, സമീകരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ബാലപാഠങ്ങൾ ABCD പോലും അറിയാത്ത കുറേ മനുഷ്യർ, അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ സൈബർ സഖാക്കളായിട്ട് അവതരിച്ചത്. അവരാണ് ഈ തെരഞ്ഞെടുപ്പിലെ CPM-ൻ്റെ പതനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നതിൻ്റെ ശേഷം ഈ മഹാന്മാർ ഇരുന്ന ഒരു വീഡിയോ വന്നു. അത് നികേഷ് കുമാറും സ്വരാജും ഇരുന്നിട്ട്, അത് 10-20 മിനിറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ കാണാൻ പോയില്ല. നമ്മൾ എന്തുകൊണ്ട് തോറ്റൊന്ന് താത്വികമായി അവർ വിലയിരുത്തുന്നുണ്ടാവും. പക്ഷെ അവർ ആ പണി തുടർന്നാൽ UDF-ന് ഇനിയും കാര്യങ്ങൾ ഈസിയാണ്. അവർ ഞാൻ മനസ്സിലാക്കുന്ന ഇവരൊക്കെ മിക്കവാറും എൻ്റെ സേവനത്തിന് പെരുത്ത് നന്ദി എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു വിടാനാണ് സാധ്യത. തലക്ക് വെളിവുള്ള ആരെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ ചെയ്ത സേവനത്തിന് നമ്മളും പെരുത്ത് നന്ദി പറയുകയാണ്. നന്ദി. താങ്ക് യു.